ഹായ് എവരിവൺ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിവിടെ ചൂടൊക്കെ ആയിട്ട് വരുന്നു. അപ്പോൾ ഞാൻ കരുതി റൂമെല്ലാം ക്ലീൻ ചെയ്യാമെന്ന് കരുതി. നമ്മുടെ മെയ് മന്ത് ലാസ്റ്റ് നമ്മുടെ നാട്ടിൽ മഴയൊക്കെ പെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ നല്ല കൊടും ചൂടായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. സമ്മറൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ബോഡി നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കണം എന്ന് കരുതി നമ്മുടെ ഫ്രിഡ്ജിൽ ഐസ് ക്യൂബൊക്കെ ഉള്ളത് കൊണ്ട് ഐസ് ക്യൂബ്സ് ഇട്ട നോർമൽ വാട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസോ നമുക്ക് ഉണ്ടാക്കണം. അതിനുവേണ്ടി കുറച്ച് വെള്ളം എടുത്തു. ഉണ്ടെങ്കിൽ പൗഡർ എല്ലാം ഒന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അതും ഉണ്ടാക്കാമെന്ന് കരുതി. സമ്മറൊക്കെ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ഭയങ്കര ചൂടാവും, നല്ല ചൂടാണ്. അപ്പോൾ അകത്ത് നമ്മൾ അറിയുന്നില്ല, എന്നാലും എ സി ഇല്ലാത്ത ഭാഗത്ത് നമ്മൾ നന്നായിട്ട് ചൂട് അനുഭവപ്പെടുന്നു. നമ്മുടെ നാട്ടിൽ നല്ല ചൂടാന്നൊക്കെ കേൾക്കുന്നുണ്ട്. എല്ലാവരും വിളിക്കുമ്പം പറയും നല്ല ചൂടാന്ന്. അപ്പം നമ്മൾ പൗഡർ നോക്കിയപ്പം കിട്ടി, ഒരു ടാങ്കിൻ്റെ പൗഡർ കിട്ടി. അപ്പം നമ്മൾ ഓറഞ്ചിൻ്റെ ഫ്ലേവറാണ് എടുത്തത്. സ്ട്രോബെറി ഉണ്ടായിരുന്നു, ബട്ട് അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. ഫസ്റ്റ് തന്നെ വെള്ളത്തിനകത്ത് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കുടിച്ചു. അപ്പം നമ്മുടെ ബോഡി നല്ല കൂളിംഗ് അനുഭവപ്പെട്ടു. എനിക്കിഷ്ടപ്പെട്ടത് ഈ പൗഡർ ഇട്ട് കലക്കുന്നേക്കാൾ നല്ലത് വാട്ടർ തന്നെയാണ്, നോർമൽ വാട്ടർ. അത് കുറേ ഞങ്ങൾ കുടിച്ചു. അങ്ങനെ കുറച്ച് വയറൊക്കെ നിറഞ്ഞു. പിന്നെ പൗഡർ എടുക്കാൻ പോവാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞതല്ല. അപ്പോൾ അതും കൂടെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി ഇച്ചിരി അങ്ങ് കലക്കി. അപ്പം അതും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ ഈ ടാങ്ക് പൗഡർ മടുപ്പാണ്, നമുക്ക് അത്ര നല്ലതല്ല. അതുകൊണ്ട് ഞങ്ങളാണെങ്കിൽ പറഞ്ഞും പോയില്ല, ഇനി എന്നാ ചെയ്യുമെന്ന് ഓർത്തിട്ടാണ് അതൊരു വട്ടം ചുമ്മാ കലക്കാമെന്ന് കരുതി വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ കലക്കി കുടിച്ചിട്ടില്ലായിരുന്നു, കാരണം കൊള്ളത്തില്ലായിരുന്നു. പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഐസ് ക്യൂബ് ഉണ്ടാക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ച് പോരുന്ന വഴിക്കാണ് കണ്ടത് നമ്മുടെ ചെടിയിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കാമെന്ന് കരുതി. നമ്മുടെ പ്ലാന്റ്സും കുറച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കട്ടെ. നമ്മൾ ഒഴിച്ചാലല്ല അവർക്ക് കിട്ടത്തുള്ളൂ. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ എടുക്കാനുള്ള കഴിവുണ്ട്, നമുക്ക് കഴിവുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവർക്കങ്ങനെയല്ല, നമ്മൾ കൊടുത്താൽ മാത്രമല്ലേ ഉള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ ഇൻസൈഡിൽ വളരുന്ന ചെടികൾ. ഔട്ട്സൈഡിലാകുമ്പം ക്ലൈമറ്റ് കൊടുക്കും, പക്ഷേ ഇൻസൈഡിലാകുമ്പോൾ നമ്മളല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആദ്യം കുറച്ച് ചിയ സീഡ് വെള്ളത്തിലിട്ട് അങ്ങനെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി ഞങ്ങൾ കുടിക്കുവാണ്. ഇത് നല്ലതാണ്, ഇപ്പം ഈ സമ്മറിലൊക്കെ കുടിക്കാൻ നല്ലതാണ്. ഇപ്പം ഇത് 2 ദിവസമായിട്ട് ഞങ്ങൾ കുടിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇവിടെ നല്ല ചൂടല്ലേ. ഇതിന് വേറൊരു ബെനിഫിറ്റ് ഉണ്ട്, നമ്മുടെ ബെല്ലി ഫാറ്റൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. ഇത് ഞാൻ ക്ലാസ് ടൈമിൽ കണ്ടിന്യൂസ് കുടിച്ചുകൊണ്ടിരുന്ന ടൈമിൽ എൻ്റെ ബെല്ലി ഫാറ്റൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിവിടെ ഉള്ളവരെല്ലാവരും ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടി ഈ ഒരു റെമഡി യൂസ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങളും ട്രൈ ചെയ്യണം മസ്റ്റായിട്ട്. ക്ലാസ്സൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുകയാണ്. പിന്നെ ചില പിള്ളേർ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനും ആദ്യം പിന്നെ വേറെ പണികളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ എങ്ങനെയല്ല നമ്മുടെ ടൈമൊക്കെ പോകണ്ടേന്ന് ഓർത്തിട്ട് വേറെ പണിയൊന്നും കൂടി ഇല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ പണിയുള്ളപ്പം ജോലി മാത്രമേ ഉള്ളൂ, കണ്ടിന്യൂസ് ജോലിയാണ്. ഇല്ലാത്തപ്പോൾ ഒരു പണിയില്ല. നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്ങനെ ദിവസം കളയണം എന്നറിയത്തില്ല. അപ്പോഴാണ് ഞങ്ങൾക്ക് മാഡം കുറേ ടൊമാറ്റോ കൊണ്ടുവന്നത്. അപ്പോൾ കരുതി അതും കൂടെ കഴിക്കാമെന്ന് ഞങ്ങൾ ഇന്നലെ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ പോകണം. അത് ഷുഗറിൽ നല്ല ടേസ്റ്റ്, ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ കരുതി ഇപ്പോഴും ഡെയിലി ഓരോ ടൊമാറ്റോ കഴിക്കാൻ കരുതി. അപ്പോൾ ഒരു ബൈറ്റ് എടുത്തപ്പം തന്നെ എൻ്റെ ദൈവമേ എനിക്ക് ഛർദ്ദിക്കാൻ വന്നു. കാരണം ഇന്നലെ വെള്ളത്തിൽ ഇട്ടതായിരുന്നു, അത് ചീഞ്ഞ് പോകത്തില്ലെന്ന് ഓർത്ത് അത് ചീഞ്ഞ് പോയായിരുന്നു. പിന്നെ അത് കളഞ്ഞു. പിന്നെ ലഞ്ചിൻ്റെ ടൈമായി. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുമ്പം എപ്പോഴും ഇപ്പോൾ സിനിമ കാണും. പിന്നെ നമ്മൾ ഈവനിങ് ആയപ്പോൾ നമ്മുടെ രശ്മി ചേച്ചി വന്നപ്പം നെയ്യപ്പം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചു. ഇവിടെ കൂടുതലും സമൂസയാണ് കിട്ടാറുള്ളത്. ഈ നെയ്യപ്പം കിട്ടിയപ്പോൾ സന്തോഷമായി. പക്ഷെ മുഴുവൻ കഴിച്ചപ്പം ഭയങ്കര തലയ്ക്ക് നോക്കി പിടിച്ച് ഓയിലായതുകൊണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ ബൈ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.